വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് ലേസർ ബ്ലേഡ് സീരീസ് എന്ന് പറഞ്ഞാൽ. ഈ ലേസർ ബ്ലേഡിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ആകുമ്പോൾ തന്നെ അതിന്റെ സോഴ്സ് ഒട്ടും അറിയാതെ തന്നെ, പക്ഷേ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലൈറ്റ് നമുക്ക് അതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നോർമലി COBസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് നേരെ ഒരു സ്പോട്ടായി അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിട്ട് ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ചെറിയൊരു ഷാഡോ എഫക്റ്റ് ഉണ്ട്. ഈ ലേസർ ബ്ലേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഷാഡോ ഒഴിവാക്കി മൊത്തത്തിൽ നമുക്കൊരു ഫീല് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നമുക്കിത് മേ ബി ഒരു പാസേജിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമിൽ യൂസ് ചെയ്യാം, ബെഡ്റൂമിൽ യൂസ് ചെയ്യാം, കിച്ചണിൽ യൂസ് ചെയ്യാം, ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഈ ഫിക്സർ യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു സീരീസിൽ വിത്ത് ലെൻസ് വരുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഇന്റൻസിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ ഏരിയ ഒരു നോർമലി COB അടിക്കുന്ന ഇന്റൻസിറ്റിയുടെ അതേ ഇഫക്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരികയും ചെയ്യാം. ആ നോർമൽ സോഫ്റ്റ് ഔട്ട്പുട്ട് ഒരേപോലെ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ ലൈറ്റ് സോഴ്സ് ലൈറ്റ് ഉള്ളതുപോലെ നമ്മൾ അറിയത്തുമില്ല. ദെൻ ഈ ലൈറ്റിന് ഈച്ച് ആൻഡ് എവറി LED ഒരേപോലെ ലൈറ്റ് ആ ഒരു ഡിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് ദെൻ ഇതിന്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ, ഓൾമോസ്റ്റ് ഒരു 1.5 ഇഞ്ച് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. സോ ലോ ഫാൾ സീലിംഗിലുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ഫിക്സർ നമുക്ക് വേണമെങ്കിൽ ട്യൂണബിൾ ആക്കാം. കംപ്ലീറ്റ്ലി ആപ്പ് ബേസ്ഡ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. ഈ ലേസർ ബ്ലേഡ് സീരീസ് തന്നെ നമുക്ക് വാൾ വാഷേഴ്സ് ഉണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വാൾ വാഷറിന് അഡ്വാൻറ്റേജ് നമുക്ക് കംപ്ലീറ്റ്ലി വാൾ ലിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇതൊരു ഐഡിയൽ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യും.